ഈ പൈൽസ് എല്ലായ്പ്പോഴും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടോ? ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിപൂർണമായിട്ട് മാറുമോ, അതുപോലെ തന്നെ ഇതൊരു വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അല്ലേ. ശസ്ത്രക്രിയ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഒരു 4th ഡിഗ്രി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇത് ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ മാറുമോ എന്നുള്ളത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞാലും, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും അത് വരാനുള്ള കാരണമാകും. അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പിന്നെ 1st ഡിഗ്രി 2nd ഡിഗ്രി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ പൈൽസ് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. 3rd ഡിഗ്രി 4th ഡിഗ്രി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാനും പറ്റും. നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഫിഷർ ആണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ്. അക്യൂട്ട് ഫിഷർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോമിയോയിൽ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ക്രോണിക് ഫിഷർ. ഈ ഫിഷർ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഈ മുറിവുകൾ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങും. അതിനെയാണ് ക്രോണിക് ഫിഷർ എന്ന് പറയുന്നത്. അതും നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും, ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാം. ഇനി മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും വരുമോ എന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണ രീതികളും ബാക്കി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും വരില്ല. വീണ്ടും തിരിച്ചു വരാത്ത അസുഖം തന്നെയാണ് ഇത് രണ്ടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ നമ്മൾ പൈൽസ് കാണാറുണ്ട്. ഈ കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോവാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ടോയ്ലറ്റ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ ചെയ്യാൻ പറ്റിയ മെയിനായിട്ടുള്ളൊരു കാര്യം. ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ 1 വയസ്സിൽ തന്നെ നമ്മൾ പോട്ടി ട്രെയിനിങ് ശീലിപ്പിക്കുക. ആ ടൈമിൽ തന്നെ ടോയ്ലറ്റ് പോകാൻ പിന്നെ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ശരിയായിക്കോളും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിൽ വരാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അവർക്ക് അതിൻ്റെ മുന്നേ ഇതേപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ, കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാക്കാറുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാത്ത പക്ഷം അവർക്ക് ഡയറ്റിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ അധികം കൊടുക്കാതിരിക്കുക. ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ കുട്ടി പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോയിലൊക്കെ സിമ്പിൾ മരുന്നുകളുണ്ട്. വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ ക്ലിയർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഈ നവജാത ശിശുക്കളിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. കുട്ടിക്ക് 1-2 ദിവസമൊക്കെ വയറ്റിൽ പോവാതെ വരുമ്പോൾ അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവജാത ശിശുക്കളിൽ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു വാവയല്ലേ, അപ്പോൾ അവർക്ക് അവരെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോം ചെയ്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫങ്ഷനിങ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫീഡിങ് കുറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള പാല് കാര്യങ്ങൾ കൊടുക്കുമ്പോഴും ഇതേപോലെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അത് നേർപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ മാനേജ്മെൻറ്റ് കാര്യങ്ങളാണ്, പക്ഷേ ഇതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മിൽക്കാണെന്നുണ്ടെങ്കിൽ അത് നേർപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫീഡിങ് ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഹോമിയോയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു മരുന്നുകളുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റാറുണ്ട്. ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസേന പാലിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് സമയത്തിന് ഭക്ഷണം കഴിക്കുക, കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ടൈമിങ് കീപ്പ് ചെയ്യുക, സ്ട്രെസ്സ് കുറയ്ക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, സ്പൈസി ഫുഡ് ഐറ്റംസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ള മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി പോലെയുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുകളും പ്രീബയോട്ടിക്കുകളും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ,
അതിൽ ദോശ, ഇഡ്ഡലി ഇതൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ തൈര് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എരിവുകളൊന്നും കൂടുതലില്ലാത്ത അച്ചാറുകൾ നല്ല പ്രോബയോട്ടിക്കാണ്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വഴുവഴുപ്പുള്ള പച്ചക്കറികൾ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത്തരത്തിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയകൾ വയറിലുണ്ടാവും. ആ ബാക്ടീരിയ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ തന്നെ നമുക്ക് എക്സസൈസ് കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയറിന്, അബ്ഡമന് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാം. അതിൽ തന്നെ കെഗൽ എക്സസൈസ്, നമ്മുടെ പെൽവിക് ഫ്ലോറിനുള്ള എക്സസൈസാണ്. അത് ചെയ്യുന്നത് വഴി നമുക്ക് പൈൽസ്, ഫിഷറൊക്കെ പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ കണ്ടിന്യൂസ് സിറ്റിംഗ് ഒഴിവാക്കുക, എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബോഡിക്ക് എപ്പോഴും മൊമെൻറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ദഹനം കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോ പേഷ്യൻസിനും എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റും.